ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ദെൻ ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റായിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അതിൻ്റെ ഒബ്ജക്റ്റും കൺസിഡറേഷനും ലോഫുൾ ആവുക എന്നുള്ളത്. സോ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റും കൺസിഡറേഷനും ലോഫുൾ അല്ല എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഫോർ എ വാലിഡ് കോൺട്രാക്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ഓഫ് അഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലോഫുൾ. കോൺട്രാക്റ്റ് വാലിഡ് ആകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റും കൺസിഡറേഷനും നിയമപരമാകണം എന്നുള്ളത് നിർബന്ധമാണ്. According to Section 23 of the Indian Contract Act, the objects and the consideration of an agreement shall be unlawful in the following cases. കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 23 പറയുന്നുണ്ട് ചില കേസുകളിൽ അഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്ട്സും കൺസിഡറേഷനും അൺലോഫുൾ ആകാറുണ്ട്. അത്തരം കേസുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, if it defies the provisions of any law, if it is fraudulent, if it involves or implies injury to the person or property of another, if it is immoral, if it is opposite to public policy. അത് ഓരോന്ന് എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് an act is forbidden by law when it is punishable by criminal law of the country or when it is prohibited by special legislation or by the regulation made by a competent authority under power deprived from the legislature. If it is forbidden by law എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു അഗ്രിമെൻറ്റിൻ്റെ കൺസിഡറേഷനോ ഒബ്ജക്റ്റോ നിയമം നിരോധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ്സ് ലോഫുൾ ആകുന്നില്ല. സോ അത്തരം അഗ്രിമെൻറ്റ്സിൻ്റെ ബേസിലുള്ള കോൺട്രാക്റ്റ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, എ പ്രോമിസസ് ടു ഒബ്റ്റെയിൻ എ ജോബ് ഫോർ ബി ഇൻ ഗവൺമെൻറ് സർവീസ് ഇൻ കൺസിഡറേഷൻ ഓഫ് ₹50,000. എ ബിക്ക് ഒരു ഗവൺമെൻറ് ജോബ് ഓഫർ ചെയ്യുകയാണ്, 50,000 കൺസിഡറേഷൻ കൊടുത്താൽ തരാമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പ്രോമിസ് എന്ന് പറയുന്നത് അൺലോഫുള്ളാണ്. കാരണം ഗവൺമെൻറ് സർവീസിൽ ഒരു ജോബ് ഒരു വ്യക്തിക്കും ഓഫർ ചെയ്യാൻ കഴിയില്ല. സോ അത് നിയമം നിരോധിച്ചിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ആ ഒരു കോൺട്രാക്റ്റ് വാലിഡായിട്ട് മാറുന്നില്ല. The next one, if it defies the provisions of any law. If a contract defeats the provisions of any law such as acts passed by parliament, the rules of Hindu and Mohammedan law or any other rules of law in force in India, the contract is void. ചില കോൺട്രാക്റ്റുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ചില നിയമങ്ങളുടെ ഏതെങ്കിലും പ്രൊവിഷൻസിന് വിരുദ്ധമായിട്ട് വരാറുണ്ട്. അത്തരം കോൺട്രാക്ട്സുകളും അല്ലെങ്കിൽ അത്തരം കോൺട്രാക്ട്സുകളുടെ ഒബ്ജക്റ്റും കൺസിഡറേഷൻ ലോഫുള്ളായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ആൻ അഗ്രിമെൻറ്റ് ബിഫോർ മാരേജ് ബിറ്റ്വീൻ വൈഫ് ആൻഡ് ഹർ ഹസ്ബൻഡ് ഹു ആർ മുസ്ലിംസ് ദാറ്റ് ദ വൈഫ് ഷാൾ ബി അറ്റ് എ ലിബർട്ടി ടു ലിവ് വിത്ത് ഹർ പാരൻസ് ആഫ്റ്റർ ദി മാരേജ് വിൽ ഡിഫീ ദ പ്രൊവിഷൻ ഓഫ് ദി മുസ്ലിം ലോ ആൻഡ് ഹെൻസ് വോയിഡ്. അതായത് മുസ്ലിം ലോ അല്ലെങ്കിൽ മുഹമ്മദൻ ലോ പ്രകാരം വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയണം എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ വിവാഹത്തിന് മുമ്പേ ഒരു ഭാര്യയും ഭർത്താവും ഒരു അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുകയാണ്. വിവാഹത്തിന് ശേഷവും ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടിൽ അവരുടെ പാരൻസിൻ്റെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ മുഹമ്മദൻ ലോൻ്റെ പ്രൊവിഷന് എതിരായിട്ട് വരുന്ന ഒരു അഗ്രിമെൻ്റ് ആവും. സോ ആ അഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറും. Then if it is fraudulent, if the two parties agree to practice a fraud on a third party, then the agreement between the parties is unlawful and void. രണ്ട് വ്യക്തികൾ മൂന്നാമതൊരു വ്യക്തിയെ വഞ്ചിക്കാൻ അല്ലെങ്കിൽ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറും. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അഗ്രിമെൻറ്റ്സ് വോയിഡ് ആകും. ഫോർ എക്സാമ്പിൾ, A and B enter into an agreement to share equally the gains to be acquired by them by deceiving a bank. എയും ബിയും ഒരു അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യാണ്. അവർ ഒരു ബാങ്ക് കൊള്ളയടിക്കുകയാണ്. ആ ബാങ്ക് കൊള്ളയടിച്ച് കിട്ടുന്ന എമൗണ്ട് മുഴുവൻ അവർ ഈക്വലി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. സോ ഈ എയും ബിയും തമ്മിലുള്ള അഗ്രിമെൻറ്റ് വോയിഡാണ്. കാരണം അതൊരു ഫ്രോഡുലന്റ് ആക്റ്റിനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. Then
if it involves or implies injury to the person or property of another. An agreement between two persons will be unlawful if it involves or implies injury to the person or property of another. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഗ്രിമെൻറ്റ് മറ്റൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ വ്യക്തിയുടെ എന്തെങ്കിലും പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലും കേടുപാടുകൾ വരുത്തുന്ന അഗ്രിമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻറ്റും അൺലോഫുള്ളായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, A give a promise of paying ₹50,000 to B, editor of a newspaper, for publishing defamatory article against C. അതായത് എ ന്യൂസ് പേപ്പർ എഡിറ്റർ ആയിട്ടുള്ള ബി എന്നോട് പറയുകയാണ് സിക്കെതിരെ അല്ലെങ്കിൽ സിയെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്താൽ 50,000 രൂപ തരാമെന്നുള്ളത്. ഇവിടെ എയും ബിയും തമ്മിലുള്ള അഗ്രിമെൻറ്റ് സി എന്നുള്ള വ്യക്തിക്ക് എതിരെയാണ്. അതുകൊണ്ട് തന്നെ ആ അഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറും. Then if it is immoral, where the consideration or object of an agreement is such that the court regard it as immoral, the agreement become void. അതായത് ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റോ കൺസിഡറേഷനോ എന്തെങ്കിലും ഇമ്മോറൽ ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറും. അത്തരം അഗ്രിമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് വിവാഹ ബന്ധങ്ങൾ എന്തെങ്കിലും തടസ്സം നിർത്തുന്നതോ അല്ലെങ്കിൽ വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇമ്മോറലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അഗ്രിമെൻറ്റ്സ് അതുകൊണ്ട് തന്നെ അൺലോഫുള്ളാണ്, വോയിഡായിട്ട് മാറും. For example, X agrees to pay money, a specified amount of money for Y upon the consideration that Y will give favorable evidence in a civil suit on behalf of X. അതായത് എക്സ് പറയുകയാണ് വൈക്ക് ഒരു സ്പെസിഫൈഡ് എമൗണ്ട് കൊടുക്കാം. എന്തിന് പകരമായിട്ട്? എക്സ് പെട്ടിട്ടുള്ള ഒരു കേസിൽ എക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു എവിഡൻസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. ഇതെന്താണ്? ഒരു ഇമ്മോറൽ ആക്റ്റാണ്. അതുകൊണ്ട് തന്നെ ആ അഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറും. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി, if the consideration or object of an agreement is opposite to public policy in the eyes of court, the agreement is void. അതായത് സമൂഹത്തിന് അല്ലെങ്കിൽ പബ്ലിക്കിന് വെൽഫെയറിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള അഗ്രിമെൻറ്റ്സ് അൺലോഫുള്ളാണ്. Public policy is that principle of law which holds that no citizen can lawfully do that which has tendency to be injurious to the public. An agreement is said to be opposite to public policy when it is injurious to the welfare of the society or it tends to the prejudice of the welfare of the society. അതായത് പബ്ലിക് പോളിസി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഓരോ സിറ്റിസണിനും അവരുടേതായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവരുടേതായിട്ടുള്ള അവകാശങ്ങൾക്കൊക്കെ അനുമതി കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിക് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെങ്കിൽ അത് കോടതി പബ്ലിക് പോളിസിക്ക് എതിരായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു അഗ്രിമെൻറ്റ് പബ്ലിക് പോളിസിക്ക് എതിരായിട്ട് വരുന്നുണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ്സും അൺലോഫുള്ളാണ്, വോയിഡാണ് എന്നാണ് പറയുന്നത്. ദെൻ അഗ്രിമെൻറ്റ്സ് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി, അതായത് ഇങ്ങനെ പബ്ലിക് പോളിസിക്ക് ഒപ്പോസ് ചെയ്തുള്ള ചില അഗ്രിമെൻറ്റ്സ് ഉണ്ട്. അത് കോൺട്രാക്റ്റിൽ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അവയാണ് ഇനി പറയുന്നത്. അഗ്രിമെൻറ്റ്സ് ഫോർ ട്രേഡിംഗ് വിത്ത് ആൻ ഏലിയൻ എനിമി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ഏലിയൻ എനിയുമായി ബന്ധപ്പെട്ടുള്ള അഗ്രിമെൻറ്റ്സ് എല്ലാം വോയിഡാണ്. അതായത് നമ്മുടെ രാജ്യം വേറൊരു രാജ്യവുമായി ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ ആ രാജ്യത്തെ ഏതൊരു പൗരനും നമ്മൾക്ക് ഏലിയൻ എനിമിയായി മാറും. സോ അത്തരം ഏലിയൻ എനിമിയുമായി ഉള്ള എല്ലാ അഗ്രിമെൻറ്റ്സും വോയിഡാവും. ഇനി അത്തരം അഗ്രിമെൻറ്റ്സ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സെൻട്രൽ ഗവൺമെൻറ് പ്രയർ പെർമിഷൻ വേണം. അങ്ങനെ ഗവൺമെൻറ് പെർമിഷൻ കൂടാതെയാണ് ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ്സ് വോയിഡാണ് എന്നുള്ളതാണ് പറയുന്നത്. Then agreement to commit a crime or to indemnify a person for his criminal act. അതായത് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആക്റ്റുമായി പകരം വീട്ടാനോ ഒരു വ്യക്തിയോട് പകരം വീട്ടാനൊക്കെ ഫോം ചെയ്യുന്ന അഗ്രിമെൻറ്റ്സും പബ്ലിക് പോളിസിക്ക് എതിരാണ്. അത്തരം അഗ്രിമെൻറ്റ്സും വോയിഡായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, എക്സ് പ്രോമിസസ് ടു പേ വൈ ₹10,000 ഇൻ കൺസിഡറേഷൻ ടു ബീറ്റിംഗ് സെറ്റ്. എക്സ് വൈക്ക് 10,000 രൂപ കൊടുക്കാം എന്ന് പറയുകയാണ്. എന്തിന് പകരമായിട്ട്? വൈ സെറ്റിനെ അടിക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ.
സോ ഇതൊരു ക്രിമിനൽ ആക്ട് ചെയ്യുന്നതിന് ആയിട്ടുള്ളതുകൊണ്ട് ആ അഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറും. ദെൻ അഗ്രിമെൻറ്റ്സ് ഇൻ്റർഫിയറിങ് വിത്ത് കോഴ്സ് ഓഫ് ജസ്റ്റിസ്, അതായത് നീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുന്നതിന് എന്തെങ്കിലും തടസ്സം നിൽക്കുന്ന അഗ്രിമെൻറ്റ്സ് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ചില കോടതി വിധികൾ ഡിലേ ചെയ്യാനുള്ള ചില അഗ്രിമെൻറ്റ്സൊക്കെ ചില വ്യക്തികൾ തമ്മിൽ എൻ്റർ ചെയ്യാറുണ്ട്. ദെൻ കോടതിയിൽ വിധി മാറ്റിയെടുക്കാൻ, ദാറ്റ് മീൻസ് ജഡ്ജിയെ സ്വാധീനിച്ചുകൊണ്ടൊക്കെ വിധി മാറ്റാനൊക്കെ ശ്രമിക്കാറുണ്ട്. അത്തരം അഗ്രിമെൻറ്റ്സ് ആണ് കോസ്റ്റ് ഓഫ് ജസ്റ്റിസിന് ഇൻ്റർഫിയർ ചെയ്യുന്നത് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അത്തരം അഗ്രിമെൻറ്റ്സ് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. ദെൻ അഗ്രിമെൻറ്റ് ഫോർ സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ, അതായത് അന്വേഷണ വിഭാഗത്തിന് അല്ലെങ്കിൽ അന്വേഷണത്തിന് തടസ്സം നിർത്തുന്ന അല്ലെങ്കിൽ തടസ്സം വരുത്തുന്ന എന്തെങ്കിലും അഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ്സും ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ചില കേസുകളിൽ കുറ്റവാളികളെ കുറ്റവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്ത് സ്വാധീനിക്കുകയൊക്കെ ചെയ്യും. അത്തരം കേസുകളാണ് ഇവിടെ പറയുന്നത്. അത്തരം അഗ്രിമെൻറ്റ്സ് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ അത്തരം അഗ്രിമെൻറ്റ്സ് വോയിഡായിട്ട് മാറും. ദെൻ അഗ്രിമെൻറ്റ്സ് ഓഫ് ചാമ്പേർട്ടി ആൻഡ് മെയിൻ്റനൻസ്, അതായത് ചില അഗ്രിമെൻറ്റ്സിൽ ലാഭം കിട്ടുന്നതിന് വേണ്ടി മാത്രം ചില തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ടുള്ള ചില അഗ്രിമെൻറ്റ്സ് ഫോം ചെയ്യാറുണ്ട്. അത്തരം അഗ്രിമെൻറ്റ്സ് ആണ് അഗ്രിമെൻറ്റ്സ് ഓഫ് ചാമ്പേർട്ടി ആൻഡ് മെയിൻ്റനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാമ്പേർട്ടി ഈസ് ആൻ അഗ്രിമെൻറ്റ് whereby one party is to assist another to bring action for recovering money or property and is to share the proceeds of the action. അതായത് ഒരു വ്യക്തിയുടെ പണമോ സ്വത്തുക്കളോ തട്ടിയെടുത്തിട്ട് ആ തട്ടിയെടുക്കാനുള്ള ഒരു അഗ്രിമെൻ്റ് എൻ്റർ ചെയ്യാണ്. എന്നിട്ട് ആ കിട്ടുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ എമൗണ്ടിൽ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് മറ്റേ പാർട്ടിക്കും, ദാറ്റ് മീൻസ് അസിസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്കും ഷെയർ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അത്തരം അഗ്രിമെൻ്റാണ് ചാമ്പേർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സ് അഗ്രീസ് ടു അസിസ്റ്റ് വൈ ഫോർ ഫയലിംഗ് സ്യൂട്ട് അഗെയിൻസ്റ്റ് സെഡ് ഓൺ എ കണ്ടീഷൻ ദാറ്റ് ഓൺ 1/2 ഓഫ് എനി പ്രോപ്പർട്ടി ഓർ പ്രൊസീഡ്സ് ഈസ് ഷെയർഡ് ബൈ എക്സ്. അതായത് എക്സ് വൈയുമായി ഒരു അഗ്രിമെൻ്റ് എൻ്റർ ചെയ്യാണ്. എക്സ് വൈനെ സഹായിക്കും എന്തിനു വേണ്ടിയിട്ട്? സെഡിനെതിരെ ഒരു കേസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ സെഡിൻ്റെ പ്രോപ്പർട്ടി, മീൻസ് സെഡിൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും മണി പ്രോപ്പർട്ടി കിട്ടിയാൽ അതിൽ നിന്ന് 1/2 ആർക്ക് കൊടുക്കാമെന്ന് വൈ സമ്മതിക്കുകയാണ്, എക്സിന് കൊടുക്കാം. സോ എക്സും വൈയും സെഡിനെതിരെ ഒരു കേസ് കൊടുത്തിട്ട് സെഡിൻ്റെ പ്രോപ്പർട്ടി മണീസും റിക്കവർ ചെയ്തിട്ട് അത് ഷെയർ ചെയ്യാനുള്ള അഗ്രിമെൻറ്റ് ഫോം ചെയ്യുകയാണ്. ഈ അഗ്രിമെൻറ്റ് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമാണ്. സോ വോയിഡായിട്ട് കൺസിഡർ ചെയ്യും. Then maintenance is an agreement to give assistance to another to enable to bring or defend legal proceedings when the person giving assistance has no legal interest of his own in the subject matter. അതായത് ഈ അഗ്രിമെൻറ്റ്സ് ഓഫ് ചാമ്പേർട്ടി പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സഹായിക്കുകയാണ് മൂന്നാമതൊരു പേഴ്സണിന് എതിരെ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഈ സഹായിക്കുന്ന വ്യക്തിക്ക് ആ സബ്ജക്റ്റ് മാറ്ററിൽ ഒരു താല്പര്യവും ഉണ്ടാകുന്നില്ല. ലാഭം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും മണി അല്ലെങ്കിൽ ക്യാഷ് കിട്ടുന്നതിന് വേണ്ടി മാത്രം മറ്റൊരു വ്യക്തിയെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. ഫോർ എക്സാമ്പിൾ, എക്സ് ഓഫേഴ്സ് ടു ഗിവ് വൈ ₹10,000 ഈ ഫയൽ സ്യൂട്ട് അഗെയിൻസ്റ്റ് സെഡ്. എക്സ് മോട്ടീവ് ഈസ് ഓൺലി ടു ക്രിയേറ്റ് പ്രോബ്ലംസ് ടു സെഡ്. അതായത് എക്സ് വൈനോട് പറയാണ് വൈക്ക് 10,000 രൂപ എക്സ് തരാം, എന്തിന് പകരമായിട്ട് സെഡിനെതിരെ ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എക്സിന് സെഡിന് പ്രോബ്ലം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത്തരം അഗ്രിമെൻറ്റ്സ് പബ്ലിക് പോളിസിക്ക് എതിരാണ്. സോ വോയിഡായിട്ട് കൺസിഡർ ചെയ്യും. ദെൻ അഗ്രിമെൻറ്റ്സ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസേഴ്സ് ടൈറ്റിൽസ് ആൻഡ് അപ്പോയിൻമെൻറ്റ്സ്. പബ്ലിക് ഓഫീസുകൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഗ്രിമെൻറ്റ്സ്. ദെൻ ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ ഈ പത്മഭൂഷൺ ദെൻ വീരചക്ര അവാർഡ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അവാർഡുകളും ടൈറ്റിൽസും ഒക്കെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് അത് ക്യാഷ് കൊടുത്ത് വാങ്ങുക. ദെൻ അപ്പോയിൻമെൻറ്റ്സ് ഗവൺമെൻറ് സർവീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ക്യാഷ് കൊടുത്ത് ജോബ് ഓഫർ ചെയ്യുക. അങ്ങനെയുള്ള അഗ്രിമെൻറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയാണ്, വോയിഡാണ്. ദെൻ അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് പാരൻ്റൽ റൈറ്റ്സ്. അതായത് ഒരു മൈനർ ചൈൽഡിൻ്റെ പാരൻസ്, അതായത് ഫാദർ ഇല്ലെങ്കിൽ മദറാണ്. സോ അവിടെ ഗാർഡിയൻഷിപ്പ് വേറൊരു വ്യക്തിക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഗ്രിമെൻറ്റ്സ്
ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയാണ്. അതായത് ഈ കുട്ടികളെ ക്യാഷ് കൊടുത്ത് വിൽക്കുന്ന അഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം അഗ്രിമെൻറ്റ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരം അഗ്രിമെൻറ്റ്സ് വോയിഡ് ആണ്. ദെൻ അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് പേഴ്സണൽ ലിബർട്ടി, അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള ഏതൊരു അഗ്രിമെൻറ്റും വോയിഡായിട്ട് കൺസിഡർ ചെയ്യും. ദെൻ മാരേജ് ബ്രോക്കറേജ് അഗ്രിമെൻറ്റ്സ്, അതായത് വിവാഹം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ബ്രോക്കറേജും കാര്യങ്ങളും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അത്തരം ബ്രോക്കറേജിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റാണ് ഡൗറി എന്ന് പറയുന്നത്. അതായത് വിവാഹം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ക്യാഷ് ഇടപാട് നടന്നിട്ടുണ്ടെങ്കിലും അത് ഡൗറിയായിട്ട് കൺസിഡർ ചെയ്യും. സോ അത്തരം ഡൗറി അല്ലെങ്കിൽ മാരേജ് ബ്രോക്കറേജ് വരുന്ന അഗ്രിമെൻറ്റ്സ് വോയിഡ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ അഗ്രിമെൻറ്റ്സ് ടു ഡീഫ്രോഡ് ക്രെഡിറ്റേഴ്സ് ഓർ റവന്യൂ അതോറിറ്റീസ്, ക്രെഡിറ്റേഴ്സിനെ റവന്യൂ അതോറിറ്റീസിനെയൊക്കെ കബളിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അഗ്രിമെൻറ്റ്സ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ്സ് വോയിഡ് ആണ്. ദെൻ അഗ്രിമെൻറ്റ് ടെൻഡിങ് ടു ക്രിയേറ്റ് മൊണോപ്പൊളി, അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് മൊണോപ്പൊളി കുത്തക ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഗ്രിമെൻറ്റ്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ്സും വോയിഡ് ആണ്. ദെൻ അഗ്രിമെൻറ്റ്സ് നോട്ട് ടു ബിഡ്, അഗ്രിമെൻറ്റ് നോട്ട്സ് ടു ബിഡ് എന്ന് പറഞ്ഞാൽ ഈ ലേലം നടത്തുമ്പോൾ ചില കേസുകളിൽ കോടതി വിധി പ്രകാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവ് കയ്യിലാക്കിയിട്ട് പങ്കെടുക്കുന്ന വ്യക്തികളുണ്ടാവും. സോ അത്തരം വ്യക്തികൾക്ക് എതിരായിട്ട് വേറെ രണ്ട് പാർട്ടീസ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പാർട്ടീസ് അവരൊരു അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യാണ്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലേലം വിളിക്കൂല എന്ന് പറഞ്ഞിട്ട് അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത്തരം അഗ്രിമെൻറ്റിനെയാണ് അഗ്രിമെൻറ്റ്സ് നോട്ട് ടു ബിഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അത്തരം അഗ്രിമെൻറ്റ്സ് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമാണ്. സോ വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ അഗ്രിമെൻറ്റ്സ് വേവിങ് ഇല്ലീഗാലിറ്റി, അതായത് എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള മാറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് അഗ്രിമെൻറ്റ്സ് എൻ്റർ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അഗ്രിമെൻറ്റ്സ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അത്തരം അഗ്രിമെൻറ്റ്സ് വോയിഡ് ആയിട്ട് മാറും. ദെൻ അഗ്രിമെൻറ്റ്സ് ടു ഇൻഫ്ലുവൻസ് ഇലക്ഷൻ ടു പബ്ലിക് ഓഫീസ്, പബ്ലിക് ഓഫീസുകളുടെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിൽ സ്വാധീനം വരുത്തുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയുമായി ബന്ധപ്പെട്ടുള്ള അഗ്രിമെൻറ്റ്സും പബ്ലിക് പോളിസിക്ക് നിലക്കാത്തതാണ്. അത്തരം അഗ്രിമെൻറ്റ്സ് വോയിഡ് ആയിട്ട് മാറും. ദെൻ അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, സെക്ഷൻ 26 കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 26 പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഗ്രിമെൻ്റാണ് അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. ആൻ അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് ഓഫ് എനി പേഴ്സൺ അതർ ദാൻ മൈനർ ഈസ് വോയിഡ്, അതായത് മൈനർ അല്ലാത്ത ഏതൊരു വ്യക്തിയുടെ വിവാഹത്തിനും തടസ്സം നിൽക്കുന്ന ഒരു അഗ്രിമെൻറ്റ് വോയിഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കേസാണ് ലോവേ വേഴ്സസ് പിയേഴ്സ്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എ പ്രോമിസ്ഡ് ടു മാരി ബി ഓൺലി ആൻഡ് നൺ എൽസ് ആൻഡ് ടു പേ ₹2,000 ഇൻ ഡിഫോൾട്ട്. A married C and B sued A for recovery of ₹2,000. It was held that B could not recover anything because the agreement was in restraint of marriage. അതായത് എ ബിക്ക് പ്രോമിസ് കൊടുക്കുകയാണ്, എ ബിയെ അല്ലാതെ മറ്റൊരാളെ വിവാഹം ചെയ്യുകയില്ല, ഇനി വിവാഹം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബിക്ക് 2,000 രൂപ തരും എന്ന് പറയുകയാണ്. ദെൻ എ മൂന്നാമതൊരാളെ സിയെ വിവാഹം ചെയ്തു. ദെൻ ബി കേസ് കൊടുത്തു 2,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ അവിടെ കോടതി വിധി വന്നത് എന്താണ്, എയും ബിയും തമ്മിലുള്ള അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന ഒരു അഗ്രിമെൻ്റ് ആയിരുന്നു, അത് എൻഫോഴ്സബിൾ അല്ല, അത് വോയിഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് വിധി വന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ എന്തൊരു അഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും ആ അഗ്രിമെൻ്റ് വോയിഡായി മാറും. ദെൻ അഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, സെക്ഷൻ 27 പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഗ്രിമെൻ്റാണ് അഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്. According to section 27 of Indian Contract Act 1872, every agreement by which anyone is restrained from exercising a lawful profession, trade or business of any kind is to that extent void. അതായത് കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 27 പറയുന്നത് ഏതൊരു അഗ്രിമെൻറ്റും അതൊരു വ്യക്തിക്ക് നിയമപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷനോ ട്രേഡോ ബിസിനസ്സോ തുടങ്ങുന്നതിന് തടസ്സം നിൽക്കുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ് വോയിഡ് ആണ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ആർട്ടിക്കിൾ 19G ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിഗാർഡ്സ് ദ ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ആസ് എ റൈറ്റ് ഓഫ് എവറി ഇൻഡിവിജ്വൽ. Therefore, no agreement can deprive or restrain a person from exercising such a right. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 19G പ്രകാരം ഏതൊരു പൗരനും അവർക്ക് ഇഷ്ടമുള്ള ട്രേഡും
പ്രൊഫഷനും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഫണ്ടമെൻ്റൽ ഫ്രീഡമാണ്. ആ ഒരു ഫണ്ടമെൻ്റൽ ഫ്രീഡത്തിന് എതിരായി നിൽക്കുന്ന ഏതൊരു അഗ്രിമെൻറ്റും വോയിഡാണ് എന്നാണ് പറയുന്നത്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് മധൂബ് ചന്ദ വേഴ്സസ് രാജ്കുമാർ. ഫോർ എക്സാമ്പിൾ, അത് കേസ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, എ ആൻഡ് ബി were rival shopkeepers in a locality of Calcutta. A agreed to pay a sum of money to B if he would close his business in that locality. B closes his shop. On A's refusal to pay the amount, the court held that the agreement was void under section 27 of the Act. അതായത് കൽക്കട്ടയിലെ ഒരു സ്പെസിഫൈഡ് ലൊക്കാലിറ്റിയിലെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ റൈവൽ ഷോപ്പ് കീപ്പേഴ്സ് ആയിരുന്നു എയും ബിയും. ദെൻ അവർ പരസ്പരം കോമ്പറ്റ് ചെയ്ത് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എ ബിയോട് പറയുകയാണ്, ബിയുടെ ഷോപ്പ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് എ തരാമെന്ന് പറയുകയാണ്. അതായത് ഈ ബീൻ്റെ ബിസിനസ്സും കൂടി എക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഇത് കേട്ടിട്ട് ബി എന്ത് ചെയ്തു? ബീൻ്റെ ഷോപ്പ് ക്ലോസ് ചെയ്തു. പക്ഷേ എ ആ ഒരു പറഞ്ഞ സ്പെസിഫൈഡ് എമൗണ്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ ബി കേസ് കൊടുത്തു. പക്ഷേ വിധി വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ, ദാറ്റ് മീൻസ് ഇവിടെ ബീൻ്റെ ട്രേഡിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള അഗ്രിമെൻ്റ് ആയിരുന്നു എയും ബിയും തമ്മിൽ ഫോം ചെയ്തത്. സോ അത് ട്രേഡിന് തടസ്സം നിൽക്കുന്ന ഒന്നായതുകൊണ്ട് എയും ബിയും തമ്മിലുള്ള അഗ്രിമെൻറ്റ് വോയിഡാണ്. അതുമായി ബന്ധപ്പെട്ട് ഒന്നും ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വിധി വന്നത്. Then exception to the rule that an agreement in restraint of trade is void. Normally ട്രേഡിന് തടസ്സം നിൽക്കുന്ന ഏതൊരു അഗ്രിമെൻറ്റും വോയിഡാണ്. പക്ഷേ അതിൽ ചില എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അതാണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സെയിൽ ഓഫ് ഗുഡ് വിൽ. An agreement which restrains the seller of a goodwill from carrying on a business is valid. The seller may be restrained from carrying on a similar business within specified local limit so long as the buyer carrying the same business and court regards reasonable. അതായത് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ ബിസിനസ്സൊക്കെ സെറ്റപ്പ് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് അയാളുടെ ബിസിനസ്സിന് നല്ല സൽപ്പേര് കിട്ടും. അതാണ് ഗുഡ് വിൽ എന്നുകൊണ്ട് പറയുന്നത്. ഇങ്ങനെയുള്ള ഗുഡ് വിൽ ഒരു വ്യക്തി വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വിൽപ്പന സമയത്ത് അത് വാങ്ങുന്ന ബയറും സെല്ലറും തമ്മിൽ അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാറുണ്ട്. അതായത് ഈ സെല്ലർ ഇനി ഈ ഒരു ബിസിനസ് നടത്തരുത് ഒരു സ്പെസിഫൈഡ് ടൈം പീരിയഡിലേക്കെങ്കിലും ഒരു സ്പെസിഫൈഡ് ലൊക്കാലിറ്റിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യും. ഇവിടെ ട്രേഡ് റെസ്ട്രെയിൻ ചെയ്യുന്ന ഒരു അഗ്രിമെൻ്റ് ആണെങ്കിലും അത് വാലിഡ് ആണ്. കാരണം അത് സെയിൽ ഓഫ് ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ടുള്ള അഗ്രിമെൻ്റ് ആയതുകൊണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, പാർട്ട്നേഴ്സ് അഗ്രിമെൻറ്റ്. പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടും ചില അഗ്രിമെൻറ്റ്സ് ഫോം ചെയ്യാറുണ്ട്. അവിടെയും നമുക്ക് ഈ നോർമലി നമ്മൾ പറയുന്ന അഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് വോയിഡായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത്, എ പാർട്ണർ ഷാൾ നോട്ട് ക്യാരി ഓൺ എനി ബിസിനസ് അതർ ദാൻ ദാറ്റ് ഓഫ് ദ ഫേം വൈൽ ഹീ ഈസ് എ പാർട്ണർ. അതായത് പാർട്ണർഷിപ്പിൽ ഒരു പുതിയ പാർട്ണർ വരുമ്പോൾ ആ പാർട്ണറോട് പറയും വേറൊരു ബിസിനസ് നടത്തരുത്, അല്ലെങ്കിൽ വേറൊരു പാർട്ണർഷിപ്പിൽ പാർട്ണർ ആവരുത് എന്ന് പറയും. അങ്ങനെ പറയുന്ന പാർട്ണേഴ്സ് അഗ്രിമെൻറ്റ് വാലിഡ് ആണ് എന്നാണ് പറയുന്നത്. Then second case, an outgoing partner with the continuing partners not to carry on a business similar to that of the firm within a specified period or within specified local limit shall not be void. അതായത് ഒരു പാർട്ണർഷിപ്പിൽ നിലവിൽ പാർട്ണറായുള്ള ഒരു വ്യക്തി പിരിഞ്ഞു പോവുകയാണ്. ആ പിരിഞ്ഞു പോകുന്ന പാർട്ണറുമായി മറ്റുള്ള പാർട്ണേഴ്സ് ഒരു അഗ്രിമെൻറ്റിൽ ഫോം ചെയ്യും. അതായത് ഈ പിരിഞ്ഞു പോകുന്ന പാർട്ണർ ഈ ബിസിനസ് ഇനി വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത് ഒരു സ്പെസിഫൈഡ് ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈം പീരിയഡിൽ എന്നൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ട് അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യും. അത്തരം അഗ്രിമെൻറ്റും വാലിഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. Then trade combinations. Trade combinations which have been formed to regulate the business or to fix prices are not void, but the trade combination which tend to create monopoly and which are against the public interest are void. അതായത് ട്രേഡ് കോമ്പിനേഷൻസ് മാർക്കറ്റിലുള്ള ബിസിനസ് പാർട്ടീസ് കമ്പൈൻ ചെയ്യുക, മീൻസ് ബിസിനസ്സുകൾ മെർജ് ചെയ്യുക, അമാൽഗമേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. ടേക്ക് ഓവർ, അക്വിസിഷൻ, അങ്ങനെ ഒരുപാട് ബിസിനസ് പ്രാക്ടീസുകളുണ്ട്. അങ്ങനെയുള്ള കോമ്പിനേഷൻസ് വാലിഡ് ആണ്. എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാത്ത തരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ. അതായത് ഈ ട്രേഡ് പാർട്ടീസ് അല്ലെങ്കിൽ ബിസിനസ് പാർട്ടീസൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കോമ്പിനേഷൻസ് നടത്താറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വാലിഡ് ആണ്. പക്ഷേ
അത് മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുണ്ടെങ്കിൽ അത് വോയിഡായി മാറും. ദെൻ സർവീസ് അഗ്രിമെൻറ്റ്സ്. Agreements of service often contain a clause by which the employee is prohibited from working anywhere else during the term of the agreement. Such agreements are valid. അതായത് ചില കമ്പനികളിലൊക്കെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോൾ അവരോട് പ്രത്യേകം പറയും ഈ വ്യക്തികൾ മറ്റൊരു കമ്പനിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് കേസിൽ തന്നെ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുന്ന ടീച്ചേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും അവരോടൊക്കെ പ്രത്യേകം അഗ്രിമെൻറ്റ് വെക്കാറുണ്ട്. പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, മറ്റുള്ള കോളേജുകളിലോ പ്രൈവറ്റ് കോളേജുകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലും ക്ലിനിക്കുകളിലൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സിനോടൊക്കെ പറയാറുണ്ട്. അത്തരം അഗ്രിമെൻറ്റ്സ് വാലിഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ നോർമലി അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് വോയിഡ് ആണ്. പക്ഷേ ഈ പറഞ്ഞ ചില കണ്ടീഷൻ വെച്ചിട്ടുള്ള അഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ ഇത്തരം കേസുകളിലെ അഗ്രിമെൻറ്റ്സ് ഈവൻ ട്രേഡിന് തടസ്സം വരുത്തുന്നതാണ് എന്നുണ്ടെങ്കിലും അത് വാലിഡായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ദെൻ അഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിംഗ്. സെക്ഷൻ 28 പറയുന്ന മറ്റൊരു അഗ്രിമെൻ്റാണ് അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. An agreement by which any party is restricted absolutely from enforcing his legal rights under or in respect of any contract is void to that extent. അതായത് നമുക്ക് ഒരുപാട് നിയമ നടപടികളിലൂടെ നേടിയെടുക്കേണ്ട പല റൈറ്റ്സുകളും കാര്യങ്ങളും ഉണ്ട്. അത്തരം നിയമ നടപടികൾക്ക് എന്തെങ്കിലും തടസ്സം വെക്കുന്ന അഗ്രിമെൻറ്റ് വരികയാണെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ്സ് വോയിഡ് ആയിട്ട് മാറും. ദ ഫോളോവിങ് ആർ ദ കൈൻഡ്സ് ഓഫ് അഗ്രിമെൻറ്റ് വിച്ച് ആർ ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് ആൻഡ് ആർ ദെർഫോർ വോയിഡ്. ഫസ്റ്റ് വൺ, absolute restriction from enforcing legal right. Any agreement that absolutely restricts a party to a contract from enforcing his contractual rights in ordinary tribunals is void. അതായത് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റിലെ പാർട്ടീസിന് അവരുടേതായിട്ടുള്ള ലീഗൽ റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഉണ്ട്. സോ ഒരു കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി അവരുടെ ലീഗൽ റൈറ്റ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങുകയാണെങ്കിൽ അതിന് തടസ്സം വെക്കുന്ന ഒരു അഗ്രിമെൻറ്റ് വന്നാൽ അത് വോയിഡായിട്ട് മാറും. സോ ഒരു കോൺട്രാക്ച്വൽ റൈറ്റ്സ് എക്സസൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടിക്ക് ഒരു വിധത്തിലുള്ള തടസ്സവും വരുത്താൻ പാടില്ല എന്നുള്ളതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. Then agreements curtailing the limitation period. An agreement which limits the time within which an action may be brought so as to make it shorter than prescribed by the law of limitation is void because its object is to defeat the provisions of law. അതായത് ലോ ഓഫ് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഓരോ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് എത്ര സമയത്തിൻ്റെ ഉള്ളിൽ നിയമ നടപടികൾ എടുക്കണം എന്ന് പറയുന്നുണ്ട്. സോ ആ ലിമിറ്റേഷൻ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള ടൈം പീരിയഡിനേക്കാൾ കുറച്ചിട്ട് ടൈം പീരിയഡ് ഫിക്സ് ചെയ്യുന്ന അഗ്രിമെൻറ്റ്സ് വരികയാണെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ്സ് വോയിഡായിട്ട് മാറും. ഇപ്പോൾ ലിമിറ്റേഷൻ ആക്റ്റിൽ പറയുന്നുണ്ട് ഡെറ്റ് റിക്കവർ ചെയ്യുന്നതിന് 3 വർഷത്തിൻ്റെ ഉള്ളിൽ നിയമ നടപടികൾ എടുക്കണം എന്ന് പറയുന്നുണ്ട്. സോ ആ 3 വർഷം എന്നുള്ള പീരിയഡ് 2 വർഷമാക്കിയിട്ടാണ് ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ അഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറുമെന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയാണ് ലീഗൽ ഒബ്ജക്ട്സും ദെൻ ലോഫുൾ കൺസിഡറേഷനും വരാത്ത കേസുകളിലെ അഗ്രിമെൻറ്റ്സ് നമ്മൾ പറഞ്ഞത്. അത്തരം അഗ്രിമെൻറ്റ്സ് എല്ലാം വോയിഡായിട്ട് മാറും. ഓക്കെ, താങ്ക് യു.